ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അട്ടിമറി വിജയം ബി.ജെ.പി. നേടിയെങ്കിലും മേയർ ആരാണെന്ന് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. അത് ഏതായാലും മേയർ ആര് എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമായേക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യെസ്, അപ്പോൾ ലിസ്റ്റിലുള്ളത് വി രാജേഷ്, ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ്. വി രാജേഷിന് നറുക്ക് വീഴുമെന്നാണ് സൂചന. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ മേയറെ പ്രഖ്യാപിക്കാനാണ് നീക്കം. അതിനിടെ കോർപ്പറേഷനിലേക്ക് വിജയിച്ച സ്വതന്ത്രന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കവും ബി.ജെ.പി. ആരംഭിച്ചിട്ടുണ്ട്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, മേയർ ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം ആർ ശ്രീലേഖയുടെയും വി രാജേഷിന്റെയും പേരുകളാണ് പ്രധാനമായും ഉയരുന്നത്. പക്ഷേ നമുക്കറിയാം വി രാജേഷ് തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ ഒരു മുഖം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നുണ്ടോ? ആരായിരിക്കും ഇന്ന് നമുക്കറിയാൻ കഴിയുമോ ആരാകുമെന്ന്? തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും 11:30 കോർപ്പറേഷനിലേക്കുമാണ് പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ. 26-നാണ് കോർപ്പറേഷനിൽ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുമുള്ള സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് അധ്യക്ഷൻ എന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ ഒരു സാവകാശം രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ബി.ജെ.പിയുടെ ഒരു അഭിമാന വിഷയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 45 വർഷത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് LDF-നെ അട്ടിമറിച്ച് ബി.ജെ.പി. അവിടെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത്. സ്വാഭാവികമായും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നേരത്തെ തന്നെ മേയറെ കണ്ടെത്തുക, പ്രഖ്യാപിക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ഒരു നീക്കമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നിലവിൽ കേവല ഭൂരിപക്ഷത്തിന് 51 സീറ്റുകളാണ്, ഡിവിഷനുകളാണ് വേണ്ടത്. പക്ഷേ 50 സീറ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി നേടാനുള്ള ശ്രമം ബി.ജെ.പി. ആരംഭിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ വിജയം കണ്ടിട്ടുണ്ട് എന്നുകൂടിയാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ 51 കേവല ഭൂരിപക്ഷത്തോടു കൂടി ബി.ജെ.പിക്ക് ഭരണം ധൈര്യമായി ഏറ്റെടുക്കാൻ കഴിയും. മാത്രമല്ല വിഴിഞ്ഞത്ത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ട്. അതിൻ്റെ റിസൾട്ടും വളരെ നിർണായകമാവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ ആകുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ബി.ജെ.പി. 3 പേരുടെ പേരുകളായിരുന്നു ആദ്യഘട്ടത്തിൽ പരിഗണനയ്ക്കെടുത്തിരുന്നത്. മുൻ DGP ആർ ശ്രീലേഖ, വി രാജേഷ് അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒപ്പം MR ഗോപൻ കഴിഞ്ഞ ഏറെക്കാലമായി തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിയുടെ പ്രതിനിധിയായി നിൽക്കുന്ന ആളാണ്. ഇങ്ങനെ 3 പേരുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ പരിഗണനയിലുണ്ടായിരുന്നത്. MR ഗോപനെ പരിഗണന ലഭിക്കാൻ കാരണം നേമത്ത് നിന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹം. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള ഒരാളെ മേയറാക്കുന്നതിൻ്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ചില ആലോചനകളൊക്കെ നടന്നിരുന്നെങ്കിൽ കൂടിയും കുറെ കൂടി ശക്തമായ പ്രതിപക്ഷമാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. ബി.ജെ.പി. കോൺഗ്രസിനായാലും CPM-നായാലും ഒക്കെ അവരുടെ യുവനിര തന്നെ പ്രതിപക്ഷ ബെഞ്ചിലുണ്ട്. സ്വാഭാവികമായും അവരോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന, അവരെ പ്രതിരോധിക്കാൻ കഴിയുന്ന കുറെ കൂടി കരുത്തുള്ള ഒരാൾ മേയറായി വരണം എന്നതാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ വി രാജേഷിലേക്ക് അവസാനം പേര് എത്തിയിട്ടുണ്ട് എന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വി രാജേഷ് നമുക്കറിയാം ഏറെക്കാലമായി തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, പ്രധാനപ്പെട്ട മുഖമാണ്. അതുകൊണ്ട് തന്നെ വി രാജേഷിന് നറുക്ക് വീണേക്കുമെന്നാണ് സൂചന. അത് സംബന്ധിച്ചൊരു അവസാന തീരുമാനം ഇന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന മുൻ DGP കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയേക്കും. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് അവരോട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉള്ളൊരു നിർദ്ദേശം പാർട്ടി നൽകുമെന്നാണ് സൂചന. അങ്ങനെ വി രാജേഷ് അതിൽ മാത്രമല്ല ഈ ശ്രീലേഖയെ പരിഗണിക്കാതെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ജനറൽ സീറ്റാണ് ഇത്തവണ മേയർ പദവി. അതുകൊണ്ട് തന്നെ ഒരു വനിത മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് ഒരു വനിതയെ തന്നെയാണ്. അതായത് ജനറൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ പദവി വനിതയ്ക്കാണ് നൽകേണ്ടത്. അങ്ങനെ വരുമ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും വനിതയാകുമെന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് വി രാജേഷിന്റെ എന്ന പേരിലേക്ക് എത്തുന്നത്. എന്തായാലും അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വവുമായി മറ്റും അദ്ദേഹം ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. തന്റെ അഭിപ്രായം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. വി രാജേഷിലേക്ക് രാജീവ് ചന്ദ്രശേഖറും എത്തിയിട്ടുണ്ട് എന്ന സൂചന കൂടി ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അവരുടെ മേയർ ആരാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും.